അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ ഷൈജു ദേവരാജ്, അദ്ദേഹത്തോടൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി കൊയർ ടീം, ശബ്ദ സംവിധാനം എനിക്ക് വേണ്ടി ക്രമീകരിക്കുന്ന സഹോദരങ്ങൾ, ലൈവ് ടെലികാസ്റ്റിലൂടെ സന്ദേശം ശ്രദ്ധിക്കുകയും ലൈവ് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന മാന്യ സഹോദരങ്ങൾ, എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. സന്തോഷത്തോടെ ദൈവമക്കൾ അവരുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. മതി. ആ വാക്യങ്ങൾക്കായി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിനിടയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന അനുഗ്രഹീതരും ആദരണീയരുമായ കർത്താവിൻ്റെ ദാസന്മാരെയും ഒരു വാക്കിൽ പ്രത്യേക ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്തിൻ്റെ പരിസമാപ്തിയിൽ വിരിച്ചൊരുക്കിയ ഒരു മുറിക്കകത്ത് അന്ത്യ അത്താഴത്തിന് പെസഹ ആചരണത്തിന് ശിഷ്യന്മാരുമായി ഒരുമിച്ചൊരു മുറിക്കകത്ത് സമ്മേളിക്കുന്ന രംഗമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. യേശു കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, തൻ്റെ മഹത്വത്തിൻ്റെ മേൽവസ്ത്രം ഊരിമാറ്റി അരയിലൊരു തുവർത്തെടുത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. 14-ാം അധ്യായത്തിൽ അതിപ്രധാനമായ ചില വാഗ്ദത്തങ്ങൾ അവർക്ക് കൈമാറുകയാണ്. 14-ാം അധ്യായത്തിൻ്റെ സമാപന വാക്യം ഇങ്ങനെയാണ്: എഴുന്നേൽപ്പീൻ, നാം പോകാം. കർത്താവ് ആ മുറിക്കകത്തു നിന്ന് എഴുന്നേറ്റ് അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഗെത്സമനിയെ ലക്ഷ്യമാക്കി നടന്നു പോകുമ്പോൾ ഇടവഴിയിൽ അവരോട് പറഞ്ഞ പ്രബോധനങ്ങളാണ് 15-16 അധ്യായങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗങ്ങൾ ആ ഇടവഴിയിൽ നടന്നു നീങ്ങുമ്പോൾ അവരോട് പറഞ്ഞ പ്രബോധനങ്ങളാണ്. 18-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇത് കഴിഞ്ഞ് യേശു കിദ്രോൻ തോട് കടന്ന് ഗത്സമനയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെയാണെങ്കിൽ കിദ്രോൻ തോട് കടന്ന് ഗത്സമനയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് ആ വഴിയരികിൽ എവിടെയോ നിന്ന് തൻ്റെ വാത്സല്യ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അധ്യായമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. പ്രാർത്ഥനയുടെ ഉന്നത ഉദാഹരണം ആര് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് മറുപടി പറയാൻ കഴിയും: അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. യേശു ആഗ്രഹിച്ചിരുന്നില്ല. തിരുവെഴുത്തിൽ വായിക്കുന്നത് യേശു കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചെന്ന. എന്തിന്? ഒറ്റയ്ക്ക് തനിച്ചൊരു മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ. അപ്പൊ യേശു കർത്താവ് കൂട്ടപ്രാർത്ഥനകളെക്കാൾ അധികം ഇഷ്ടപ്പെട്ടിരുന്നത് രഹസ്യ പ്രാർത്ഥനയാണ്, ഏകാന്ത പ്രാർത്ഥനയാണ്. ആ ഏകാന്ത പ്രാർത്ഥനയുടെ നടുവിൽ, ആ രഹസ്യ പ്രാർത്ഥനകളുടെ മധ്യത്തിൽ ഇതാ ഒരു പരസ്യ പ്രാർത്ഥന. വേദപണ്ഡിതാക്കൾ ആ പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണം യേശു കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്നാണ്. മഹാപൗരോഹിത്യ പ്രാർത്ഥനയെ നമുക്ക് 3 തരം തിരിച്ചു പഠിക്കാം. ഒന്ന്, യേശു കർത്താവ് താനായി തനിക്കു വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അതാണ് ഈ രാത്രിയിലെ നമ്മുടെ പ്രമേയം. അവിടേക്ക് ഞാൻ വരും. 2, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിലേക്കും പിന്നീട് ഞാൻ ലളിതമായി ഒന്ന് സൂചിപ്പിച്ചു പോകും. 3, യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. KJ തോമസ് പാസ്റ്റർ എന്താ പറഞ്ഞേ? ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് പിറകിൽ യേശു അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നമുക്ക് വേണ്ടിയും കൂടിയായിരുന്നെന്നോ
അത് യുക്തിഭദ്രമാണോ? അത് വിശ്വസനീയമാണോ? അത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമുണ്ടെന്ന് നിങ്ങളുടെ മുഖഭാവം ഇന്ന് രാത്രി വ്യക്തമാക്കുന്നുണ്ട്. അതൊരു അതിശയോക്തിയാണോ? യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നോ? ഒന്ന് നോക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായം 20-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20-ാം വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്കും വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. എത്ര പേർക്ക് നല്ലൊരാമേൻ ആ വാക്കിന് പറയാൻ കഴിയും? ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ കേവലം ശിഷ്യന്മാരിലൂടെ തന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർ എന്നതിനപ്പുറത്ത് കാലാകാലങ്ങളിൽ സുവിശേഷത്താൽ എക്കാലവും തന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് രാത്രി പുൾപിറ്റിൽ സുവിശേഷവുമായി നിൽക്കുന്ന ഞാനും സന്ദേശം കേൾക്കുന്ന നിങ്ങളും ഉണ്ടായിരുന്നു എന്നോർത്ത് അധരം തുറന്ന് ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള കൃപയുള്ള എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് വേണ്ടി ആരാണ് ആദ്യം പ്രാർത്ഥിച്ചത്? നിങ്ങളും ന്യായമായിട്ടൊന്ന് ചിന്തിച്ചേ. ആരാ നിങ്ങൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചത്? എനിക്ക് വേണ്ടി ആരാ ആദ്യം പ്രാർത്ഥിച്ചത് എന്ന ചോദ്യത്തിന് മാനുഷികമായ എൻ്റെ മറുപടി എൻ്റെ അമ്മയാണെന്ന്. എൻ്റെ അമ്മ എപ്പോഴാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ നിമിഷം മുതൽ, എൻ്റെ അമ്മ ഗർഭവതിയാണെന്ന് അമ്മയ്ക്ക് ബോധ്യം വന്ന ശേഷം അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആണാണോ എന്നറിഞ്ഞുകൂടാ, പെണ്ണാണോ എന്നറിഞ്ഞുകൂടാ. അമ്മയുടെ പ്രാർത്ഥന ഇത്രയുള്ളൂ: ദൈവമേ, കുവൈറ്റ് വിടണമെന്നല്ല, ഓസ്ട്രേലിയ വിടണമെന്നല്ല, ന്യൂസിലാൻഡ് വിടണമെന്നല്ല, അമേരിക്കയിൽ വിടണമെന്നല്ല, അമേരിക്കയിൽ കാലിഫോർണിയയിൽ തന്നെ വിടണേ. ഇന്നേക്ക് 50 വർഷങ്ങൾക്ക് പിറകിൽ ഒറ്റ റോഡ് പോലും ടാറിട്ടിട്ടില്ലാത്ത, മുഴുവൻ മൺറോഡും കുണ്ടും കുഴികളും മാത്രമുള്ള, ഗതാഗത സൗകര്യത്തിന് കാളവണ്ടി മാത്രമുള്ള അക്കാലഘട്ടത്തിൽ എൻ്റെ അമ്മയ്ക്കെന്തോ അമേരിക്ക, എൻ്റെ അമ്മയ്ക്കെന്തോ കാലിഫോർണിയ, എൻ്റെ അമ്മയ്ക്കെന്തോ ഓസ്ട്രേലിയ, അതൊന്നും എൻ്റെ അമ്മയുടെ നാവിൽ വഴങ്ങുമായിരുന്നില്ല. അമ്മയുടെ പ്രാർത്ഥന ഇത്രേ കാണൂ: ദൈവമേ, ആണാണേലും കുഴപ്പമില്ല, പെണ്ണാണേലും കുഴപ്പമില്ല, ഒരു കേടും കൂടാതിങ്ങ് തരണേ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായെന്നറിഞ്ഞപ്പം മുതൽ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൻ്റെ പ്രാർത്ഥന, വല്യപ്പൻ്റെ പ്രാർത്ഥന, വല്യമ്മയുടെ പ്രാർത്ഥന: ദൈവമേ, ആണാണേലും കുഴപ്പമില്ല, പെണ്ണാണേലും കുഴപ്പമില്ല, അമ്മയും കുഞ്ഞിനെയും രണ്ടും രണ്ട് പാത്രമാക്കി സുരക്ഷിതമായി തരണേ. അതായിരിക്കുക എൻ്റെ അപ്പൻ്റെ, എൻ്റെ വല്യപ്പൻ്റെ, എൻ്റെ വല്യമ്മയുടെ പ്രാർത്ഥന. എനിക്ക് 3 സഹോദരങ്ങളാണ്. അവർ ഉണ്ടായി വളർന്നു വന്ന് ഞാൻ അവരുടെ മൂത്ത ബ്രദറാണെന്ന് ബോധ്യമായ ശേഷമാണ് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാനൊരു സഭയിൽ ചെന്ന ശേഷമാണ് എൻ്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എൻ്റെ കൂട്ടുവിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാൻ വിവാഹം കഴിച്ച ശേഷമാണ് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എനിക്ക് 2 പെൺമക്കളാണ്. അവർ പിറന്നു വീണ് അവർ വളർന്ന് ഞാൻ അവരുടെ അപ്പനാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് പപ്പായ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എന്നാൽ സന്തോഷത്തോടെ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്
എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ കൂട്ടുവിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ പാലസ്തീന്റെ പച്ച മണ്ണിൽ കാൽപാദങ്ങൾ ഊന്നി നിന്ന് എന്നെ പരിശുദ്ധ പിതാവിന്റെ കരങ്ങളിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച മറ്റാരേക്കാൾ മറ്റെന്തിനേക്കാൾ എന്നെക്കുറിച്ച് കനത്ത ഉത്തരവാദിത്ത ബോധമുള്ള ഒരു നല്ല ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നതെങ്കിൽ, കൃപ ലഭിച്ച വിശ്വാസിയെ, ഇന്ന് രാത്രി എന്തിനും നിരാശ, എന്തിന് ആകുലത, എന്തിനും നാളെയെക്കുറിച്ചുള്ള ടെൻഷൻ, എല്ലാ നിരാശയുടെ കടും കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞ് ആത്മാവിൽ സ്തോത്രം ചെയ്ത് വിളിച്ചു പറ, മറ്റാരേക്കാൾ മറ്റെന്തിനേക്കാൾ എന്നെക്കുറിച്ച് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല കർത്താവിനെയാണ് ഞാൻ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നത്. എന്നോട് ചേർന്ന് മതി മറന്ന് ദൈവത്തിന് നന്ദി പറയാൻ മനസ്സുള്ള എത്ര പേര് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. യേശു കർത്താവിനോടുള്ള എൻ്റെ ഏറ്റവും വലിയ ബഹുമാനവും ആദരവും ഇന്നലകളിൽ 2020 വർഷങ്ങൾക്ക് പിറകിൽ എനിക്ക് വേണ്ടി ഒരു വേള പ്രാർത്ഥിച്ചു എന്നതിൽ മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, ആരെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും ഒരു വേള അവരുടെ പ്രാർത്ഥനാ ശബ്ദം നിലയ്ക്കും. ചില ഫ്യൂണറൽ സർവീസിനൊക്കെ ചെല്ലുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ, തകർന്ന ഹൃദയത്തോടെ ദൈവദാസന്മാർ ശുശ്രൂഷിക്കും അളവിൽ, വിശ്വാസികൾ സാക്ഷ്യം പറയും അളവിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പച്ചൻ്റെ വേർപാട്, അമ്മച്ചിയുടെ വേർപാട്, പ്രിയപ്പെട്ട ബ്രദറിന്റെ വേർപാട്, സിസ്റ്ററുടെ വേർപാട് നികത്താൻ കഴിയാത്ത നഷ്ടമാണ്. എന്തുകൊണ്ട് നികത്താൻ കഴിയാത്ത നഷ്ടം? അവരെക്കാൾ പണമുള്ളവർ, ആരോഗ്യമുള്ളവർ, ഉദ്യോഗമുള്ളവരൊക്കെ ഒത്തിരി ഉണ്ടാകാം. പക്ഷെ അവരെ ശ്ലാഘിച്ചുകൊണ്ട് പറയുന്നത്, ഇതുപോലൊരു പ്രാർത്ഥനാ മനുഷ്യനുണ്ടായിരുന്നില്ല, ഇതുപോലെ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു ഭക്തമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ വേർപാട് ഒരു കനത്ത നഷ്ടമാണ്. ഏത് കാര്യത്തിൽ? പ്രാർത്ഥനയുടെ കാര്യത്തിൽ. മിടുക്കരൊത്തിരി പേരുണ്ട്, പ്രാർത്ഥനാ മനുഷ്യര് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ നഷ്ടം ഒരു വലിയ വിടവാണ്. അല്ലേ? ആരെല്ലാം പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും മണ്ണിൽ കണ്ണ് തിരുമി അടച്ചാൽ അവരുടെ ശബ്ദം നിലയ്ക്കില്ലേ? ഇതൊരു ജനറൽ കൺവെൻഷനും കൂടെ ആയതുകൊണ്ട് ഞാൻ പറയാം, ഇനി കണ്ണടയ്ക്കണമെന്നൊന്നും നിർബന്ധമില്ല. കൊച്ചു സൗന്ദര്യപ്പണക്കം വന്നാൽ മതിയല്ലോ, പ്രാർത്ഥിക്കുകയല്ലോ. ഒരാമേനൊന്ന് പറഞ്ഞ് പാസ്റ്റർമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനായി കെട്ടിയ വേലി ഞാനായി തന്നെ പൊളിക്കും. അല്പ പ്രകോപനമൊക്കെ ഉണ്ടാകുമ്പോൾ പറയുന്ന, ഞാനായി കെട്ടിയ വേലി ഞാനായി തന്നെ പൊളിക്കും. അർത്ഥം എന്താണെന്നറിയോ? എൻ്റെ പ്രാർത്ഥനയുടെ വേലിക്കകത്താണ് ഞാൻ നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ എന്നോട് പ്രകോപനം തുടങ്ങിയാൽ ഞാൻ ഇനി പ്രാർത്ഥിക്കുകയില്ലെന്നായി പറഞ്ഞു വെക്കുന്നതിൻ്റെ അർത്ഥം. എന്തെല്ലാം പ്രകോപനം ഉണ്ടായാലും അങ്ങനൊന്നും പറയരുത്. ഒരു നല്ല ആമേനൊന്നും പറ. അപ്പൊ ആരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും ഒരു വേള പ്രാർത്ഥനയുടെ ശബ്ദം നിലയ്ക്കുമല്ല. സൗന്ദര്യപ്പെടക്കൊന്നും വേണ്ട, ബന്ധപ്പാടുകൾ, ജോലി തിരക്കുകൾ, രോഗിയായിരുന്നത് കൊണ്ട് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല, മനഃപൂർവ്വമല്ല. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല, മാതാപിതാക്കൾക്ക് വേണ്ടി സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയിട്ടില്ലേ? എന്നാൽ യേശുവിനെ എനിക്ക് ഏറ്റവും വലിയ ബഹുമാനം. ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് പിറകിൽ എനിക്ക് വേണ്ടി ഒരു വേള പ്രാർത്ഥിക്കുക മാത്രമല്ല, എന്നെൻ്റെ രക്ഷിതാവിനെ ഞാൻ അറിഞ്ഞോ,
അന്നു മുതൽ എന്നെൻ്റെ യേശു എന്നെ ചേർക്കാൻ മടങ്ങി വരുന്നോ, അല്ല എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ആയുസ് തികഞ്ഞ് എപ്പോൾ ഞാൻ എത്തുന്നോ, ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നിടം വരെ ഇന്നും പിതൃസന്നിധിയിൽ എനിക്ക് വേണ്ടി അപേക്ഷയും അഭയയാചനയും കഴിക്കാൻ യേശു ഉയരത്തിൽ ജീവിക്കുന്നു. എന്നോട് ചേർന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഒരുമിച്ച് വാക്യമൊന്ന് വിളിച്ചു പറഞ്ഞ് റോമാലേഖനം 8:34 ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. എബ്രായ ലേഖനം 7:25 അതുകൊണ്ട് താൻ മുഖാന്തരം, അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകെ 24 മണിക്കൂറും 365 ദിവസവും എൻ്റെ യേശുവിൻ്റെ വരവോ എൻ്റെ ആയുസിൻ്റെ തികവോ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നിടം വരെ ഈ പാപം KJ തോമസിനെ ഓർത്ത് പിതൃസന്നിധിയിൽ പക്ഷവാദം ചെയ്യുവാൻ യേശു കാണിച്ച മഹാമനസ്കതയ്ക്ക് ഇന്ന് രാത്രി എത്ര സ്തോത്രം പറഞ്ഞാലും അത് അധികം പറ്റാകില്ലെന്ന് തിരിച്ചറിവോടെ അതരം തുറന്ന് പരപ്രേരണ കൂടാതെ ഈ രാത്രി നന്ദി പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കരങ്ങൾ ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. അപ്പൊ യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവർക്കു വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അളവിലാണ് നമുക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്നത്. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ പിതൃസന്നിധിയിൽ യേശു കർത്താവ് നിരത്തുന്നുണ്ട്. ഇന്നതിനു വേണ്ടി അപേക്ഷിക്കുന്നു, ഇന്നതിനു വേണ്ടി അപേക്ഷിക്കുന്നു, ഇന്നതിനു വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പിതാവിനോട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു. എല്ലാ കാര്യം കൂടെ നീട്ടിപ്പരത്തി വിശദീകരിക്കുന്നില്ല. എന്നാൽ യേശു കർത്താവ് അതിലധികം പരിഗണന കൊടുത്തത് നമ്മുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ്. അതൊന്ന് ബോധ്യപ്പെടുത്താം. യോഹന്നാൻ 17:15 വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളേണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. നിരവധി കാര്യങ്ങൾ പിതൃസന്നിധിയിൽ യേശു നിരത്തി വയ്ക്കുമ്പോൾ പ്രഥമ പരിഗണന കൊടുക്കുന്നത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളേണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളണമെന്നല്ല എന്ന് യേശു പ്രാർത്ഥിക്കുമ്പോൾ, ലോകം എന്നതുകൊണ്ട് യേശു കർത്താവ് എന്താണ് അർത്ഥമാക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം ശാന്തമായി നാം പഠിച്ചാൽ അതിഗൗരവമായൊരു വിഷയമാണ്. പുതിയ നിയമത്തിലെ വിഷയമാണ് ലോകമെന്നുള്ളത്. ധാരാളം നിലകളിൽ ലോകം എന്നതുകൊണ്ട് തിരുവെഴുത്ത് വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാം പറയാതെ 3 ചിന്തകൾ പറയാം. ഈ അഖിലാണ്ട കടാകത്തിന്, ഈ വശ്യമനോഹരമായ പ്രപഞ്ചത്തിന്, ഈ കോസ്മോസിന് തിരുവെഴുത്ത് ലോകമെന്ന വിശേഷണം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭൗതിക നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതും നമുക്ക് കാണാൻ കഴിയാത്തതുമായ
ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് തിരുവെടുത്ത് കൊടുത്തിരിക്കുന്ന വിശേഷണം ലോകമെന്നാണ്. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ വിശ്വപ്രസിദ്ധമായ അഥേനയിൽ നിന്നുകൊണ്ട് ശ്ലീഹ പൗലോസ് പ്രസംഗിക്കും അളവിൽ പറയുന്നു, ലോകവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ ദൈവം. അപ്പൊ ലോകവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ ദൈവം എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് ഈ ബ്രഹ്മാണ്ട ഘടാകത്തെ മുഴുവനാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവനാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ലോകം ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ പ്രപഞ്ചം എങ്ങനെ നിലനിൽ വന്നു? ഒറ്റ മറുപടിയേ ഉള്ളൂ, ഉളവാകട്ടെ എന്നെൻ്റെ ദൈവം അരുളി ചെയ്തപ്പോൾ ഈ അഖിലാണ്ട ഘടാകം അതിൻ്റെ തനതായ നിലയിൽ ഉളവായി വന്നു. അത് നാം വിശ്വാസത്താൽ അറിയുന്നു. അധരം തുറന്ന വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കരങ്ങൾ ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത് യാദൃച്ഛികമായി പൊട്ടിത്തെറിയിലൂടെ ഉളവായതല്ല. ഇതിന്റെ പിന്നിൽ സർവജ്ഞാനിയായ സർവശക്തനായ സകലത്തെ തന്നെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന സൃഷ്ടാവായ മഹാദൈവത്തിന്റെ അപ്രമേയമായ ജ്ഞാനമുണ്ട്. ദൈവത്തിന്റെ ജ്ഞാന വൈശിഷ്ട്യം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ പിറകിലുണ്ട്. ലോകം ദൈവത്തിന്റെ വചനത്താൽ ഉളവായി എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അവിടെ ലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പ്രപഞ്ചത്തെയാണ്. ഒരാമേൻ എന്ന് പറഞ്ഞ് ശാസ്ത്രം ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതും ഇനി അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാതെ മറഞ്ഞിരിക്കുന്നതുമായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തിരുവെഴുത്തിൽ ലോകമെന്ന് വിശേഷിപ്പിക്കുന്നു. 2, ലോകം എന്നതുകൊണ്ട് തിരുവെഴുത്ത് അർത്ഥമാക്കുന്ന ആശയം മനുഷ്യരെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 നമുക്കറിയാവുന്ന വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശു കർത്താവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ ലോകത്തെ സ്നേഹിച്ചു എന്നതിന് പ്രപഞ്ചത്തെ അല്ല അർത്ഥമാക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ് അവിടെ ലോകമെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മെ സ്നേഹിച്ചു, അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അപ്പൊ ലോകമെന്നത് പ്രപഞ്ചത്തെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, ലോകമെന്നതുകൊണ്ട് മനുഷ്യരെ വിശേഷിപ്പിക്കുന്നെങ്കിൽ, അതിഗൗരവമായ മറ്റൊരാശയം പുതിയ നിയമത്തിൽ കൂടെ കൂടെ അതാണ് പറയുക. ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥിതിക്കെതിരെ നിൽക്കുന്ന മറ്റൊരു വ്യവസ്ഥിതിയുണ്ട്. ഏതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥിതി? അത് നീതിയുടെ വ്യവസ്ഥിതിയാണ്, അത് സത്യത്തിൻ്റെ വ്യവസ്ഥിതിയാണ്, അത് ധാർമ്മികതയുടെ വ്യവസ്ഥിതിയാണ്, അത് വിശുദ്ധിയുടെ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിക്കെതിരെ നിൽക്കുന്ന മറ്റൊരു വ്യവസ്ഥിതിയുണ്ട്. അത് അശുദ്ധിയുടെ വ്യവസ്ഥിതിയാണ്, അത് അനീതിയുടെ വ്യവസ്ഥിതിയാണ്, അത് മ്ലേച്ഛതയുടെ വ്യവസ്ഥിതിയാണ്, അത് അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ വ്യവസ്ഥിതിയാണ്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, വിഭിചാരിണികളായുള്ളോരെ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അവിടെ മ്ലേച്ഛമായ പാപത്തെ, ആ അശുദ്ധിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ലോകമെന്നാണ്. യോഹന്നാന്റെ ലേഖനം വീട്ടിൽ ചെന്ന് ശാന്തമായിട്ടൊന്ന് വായിക്കുക. ലോകത്തെ സ്നേഹിക്കരുത്,
ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ പിതാവിന്റെ സ്നേഹം അവനിലില്ല. ലോകത്തെയും, എല്ലാവരും എന്നോട് ചേർന്നൊന്ന് ആമേൻ പറഞ്ഞു ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അവിടെ ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തെ ജയിക്കണം. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന്റെ നീതിയുടെ, വിശുദ്ധിയുടെ, ധാർമ്മികതയുടെ വ്യവസ്ഥിതിക്കെതിരെ നിൽക്കുന്ന അനീതിയുടെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിക്കൊരു നേതാവുണ്ട്. അവന്റെ പേരാ പിശാച്. അതുകൊണ്ട് ആ തിരുവെഴുത്ത് പിശാചിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവം. ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ദൈവമെന്നല്ല, മനുഷ്യരുടെ ദൈവമെന്നല്ല. പിന്നെ മനുഷ്യരുടെ ഇടയിൽ അനീതിയുടെ, അശുദ്ധിയുടെ, അധാർമികതയുടെ, മ്ലേച്ഛതയുടെ, പാപത്തിന്റെ, ദുഷ്ടതയുടെ വ്യവസ്ഥിതിക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ നേതാവാണ് പിശാച്. ആ വ്യവസ്ഥിതിയുടെ പ്രഭുവാ പിശാച്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല. ഒരാമേൻ എന്ന് പറഞ്ഞ എൻ്റെ കൂടെ വന്നേ. അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളേണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ പിതാവിനോട് പറഞ്ഞു വെക്കുന്നത്? പിതാവേ, പാപമില്ലാത്ത, പ്രലോഭനങ്ങളില്ലാത്ത, സാത്താനില്ലാത്ത ഏതെങ്കിലും ഒരു അന്യഗ്രഹത്തിലേക്ക് ഇവരെ പറിച്ചു നടണമെന്നല്ല. പാപത്തിന്റെ വ്യവസ്ഥിതിയുള്ള, പാപത്തിന്റെ സ്വാധീനങ്ങൾ ഇവരെ വിഴുങ്ങാൻ വാ പിളർന്നു നിൽക്കുന്ന, ആ വ്യവസ്ഥിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ദുഷ്ടപിശാചും അവന്റെ സകല വ്യാപാരങ്ങളും കുടിയിരിക്കുന്ന ഈ അവന്റെ സ്വാധീന വലയത്തിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും അവരെ സുരക്ഷിതരായി മാറ്റണമെന്നല്ല. ആ വ്യവസ്ഥിതികൾ ഇവരെ കീഴടക്കാതെ വണ്ണം, ആ വ്യവസ്ഥിതികൾ ഇവരെ വിഴുങ്ങാതെ വണ്ണം, ആ വ്യവസ്ഥിതിയെ ജയിക്കുന്ന ജയാളികളാക്കി അവരെ മാറ്റണമേ. അതാണ് യേശു കർത്താവിന്റെ പ്രാർത്ഥന. ഇന്ന് രാത്രി ഈ ജനറൽ കൺവെൻഷനിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ക്രിസ്തീയ ജീവിതം അതൊരു ജയ ജീവിതമാണ്. ലോകത്തെ ജയിക്കാൻ കഴിയുന്ന, പാപത്തെ ജയിക്കാൻ കഴിയുന്ന, ജഡത്തെ ജയിക്കാൻ കഴിയുന്ന, പിശാചിനെ ജയിക്കാൻ കഴിയുന്ന, നിന്നെ പ്രലോഭനത്തിൽ അകപ്പെടുത്താൻ ശ്രമിക്കുന്ന സകല ശക്തിയെയും ജയിക്കാൻ കഴിയുന്ന ജയ ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെങ്കിൽ ഇന്ന് രാത്രി കൃപ ലഭിച്ചവർ അതരം തുറന്ന് സിംഹഗർജനം പോലെ സ്തോത്രം ചെയ്തു പറ, എന്നെ ജയാളിയാക്കി മാറ്റുന്ന ഒരു ദൈവ കൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി ഈ യോഗത്തിൽ എൻ്റെ മേൽ ഇറങ്ങി വരണമേ. അത് വിശ്വാസത്താൽ തിരിച്ചറിയുന്ന അഭിഷക്തന്മാർ, വിശ്വാസത്താൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷം ഈ രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടട്ടെ. നാളിതുവരെ പലതിനെ ജയിക്കാൻ കഴിയാതെ, പലതിൻ്റെയും മുമ്പിൽ തോറ്റ്, പലതിനാലും പിടിക്കപ്പെട്ട്, മനസാക്ഷി കോടതിയിൽ കുറ്റബോധത്താൽ വേട്ടയാടപ്പെട്ട്, ആത്മീക പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട്, ദൈവിക ശുശ്രൂഷയിൽ നിന്നോ പ്രാർത്ഥനാനുഭവത്തിൽ നിന്നോ ഇന്ന് രാത്രി അകന്ന് നിൽക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, നാളിതുവരെ നിങ്ങളെ പരാജയപ്പെടുത്തിയ, ചിലതിനെ ജയിക്കാൻ കഴിയുന്ന അതുല്യമായ ദൈവശക്തി ഇന്ന്
ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടട്ടെ. നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ പ്രാപ്തി കൊണ്ട്, നമ്മുടെ യോഗ്യത കൊണ്ട് നമുക്കതിനെ ജയിക്കാൻ കഴിയില്ല എന്ന റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ ഇന്ന് രാത്രി എനിക്ക് ജഡത്തെ ജയിക്കാൻ കഴിയും, എനിക്ക് പാപത്തെ ജയിക്കാൻ കഴിയും, എനിക്ക് പിശാചിനെ ജയിക്കാൻ കഴിയും, എനിക്ക് പ്രലോഭനങ്ങളെ ജയിക്കാൻ കഴിയും. എങ്ങനെ കഴിയും? വചനത്താൽ കഴിയും, പരിശുദ്ധാത്മാവിനാൽ കഴിയും. ഇന്ന് രാത്രി നാളിതുവരെ നിന്നെ പരാജയപ്പെടുത്തിയ ചിലതിന്റെ മേൽ ജയം ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവശക്തി, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇതിനകത്ത് പരിശുദ്ധാത്മാവ് അയക്കുന്നു. വിശ്വാസത്താൽ ഇന്ന് രാത്രി ഈ പുൽപിറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പരപ്രേരണ കൂടാതെ അധരം തുറന്ന അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ മനസ്സുള്ള വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ അല്പനിമിഷം പ്രസംഗം കഴിപ്പിക്കാനല്ല, ഈ രാത്രി ദൈവശക്തി ഇതിനകത്ത് ഇറങ്ങട്ടെ, ചിലരെ ജയാളിയാക്കി മാറ്റട്ടെ. വിശ്വാസത്താൽ എത്ര പേര് ആമേൻ പറഞ്ഞ് കരമുയർത്തി പറയും? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എല്ലാവരും കരമുയർത്തി പിടിച്ച് വിശ്വാസത്താൽ സ്തോത്രം ചെയ്തു പറ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ചിലതിനെ കുടഞ്ഞെറിയാൻ കഴിയുന്ന, ചില ബന്ധങ്ങൾ മനസ്സോടെ വേണ്ടെന്ന് തീർത്തു പറയാൻ കഴിയുന്ന, ചില കൂട്ടുകെട്ടുകളോട് വിട പറയുന്ന, ചില ദുശീലങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ഇന്ന് രാത്രി നിങ്ങളെ വിട്ടു മാറുന്ന ഒരു ദൈവപ്രവർത്തിയുടെ രാത്രിയായി മാറട്ടെ. ഞാൻ ഈ പുൽപിറ്റിൽ നിന്ന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഏകകർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ജയജീവിതം നയിക്കാൻ കഴിയാതെ, വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയാതെ, ചിലതിനെ ജയിക്കാൻ കഴിയാതെ ഇന്ന് രാത്രി വരെ പരാജയത്തിന്റെ പടുകുഴിയിൽ ദുഷ്ടപിശാച് തകർത്ത ചിലത് വചനത്താൽ ഈ രാത്രി സ്വതന്ത്രമാകട്ടെ. അവരുടെ ശരീരവും മനസ്സും ആത്മാവും പ്രാണനും ജീവനും ഈ രാത്രി സ്വതന്ത്രമാകട്ടെ. പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് ആത്മാ നിയോഗമുണ്ട്? പിതാവേ, അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളേണമെന്നത്രേ ഞാൻ അപേക്ഷിക്കും. നമ്മുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് എത്രമാത്രം ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അല്പം കൂടെ നിങ്ങൾക്കതൊന്ന് സുവ്യക്തമാക്കി തരാൻ ഞാൻ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17:12. അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. ശ്രദ്ധിക്കുക, ഞാൻ അവരോട് കൂടെ ഇരുന്നപ്പോൾ നീ എനിക്ക് തന്ന നാമത്തിൽ ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. ഞാൻ സന്ദർഭം ഒന്ന് വ്യക്തമാക്കാം. ഞാൻ അവരെ സൂക്ഷിച്ചു എന്ന് യേശു പറയുന്ന ഈ രംഗം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. കർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നേരെ ഗത്സമനയിലേക്ക് പ്രവേശിക്കുക. അവിടെ വെച്ച് ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് തൻ്റെ മഹത്തായ ദൗത്യ നിർവഹണമായ ക്രൂശീകരണത്തിന് ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അപ്പൊ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിടവാങ്ങൽ കൂട്ടായ്മയാണ്. കഴിഞ്ഞ 3.5 വർഷമായി നിഴല് പോലെ സന്തത സഹചാരികളായി തൻ്റെ കൂടെ നടന്ന വാത്സല്യ ശിഷ്യന്മാരെ വിട്ട് മരണത്താൽ അല്പസമയത്തേക്ക് മാറ്റപ്പെടാൻ പോകുന്നു.
അത് കർത്താവിനറിയാം, ഇവർക്കറിഞ്ഞുകൂടാ. ഇതറിയാവുന്ന കർത്താവ് പിതാവിനോട് കൃതാർത്ഥതയോടെ പറയുകയാണ്, പിതാവേ, ഞാൻ ഇവരെ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. എത്ര ഉത്തരവാദിത്വ ബോധമുള്ളൊരു വാക്കാത്. ഞാൻ അവരെ സൂക്ഷിച്ചു, ഞാൻ അവരെ സൂക്ഷിച്ചു എന്ന് കർത്താവ് പറയുമ്പോൾ ഇന്നലകളോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ യേശു കർത്താവിൻ്റെ മനസ്സിലൂടെ മിന്നി മറയുന്നുണ്ടാവും. എല്ലാം കൂടെ വിശദീകരിക്കാതെ ഒരു ഉദാഹരണം പറയാം. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കേണ്ട 22:31-32. ശീമോനെ, ശീമോനെ, നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. സന്തോഷത്തോടെ രാമേനെന്ന് പറഞ്ഞ്, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. രണ്ട് ചിന്തകൾ അവിടെ നിന്ന് പറയാം. എന്നോട് അനുവാദം ചോദിച്ചെന്ന്. എന്തിന്? നിങ്ങളെ പാറ്റാൻ. ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവത്താൽ അനുവദിക്കപ്പെട്ടൊരു സമയം വരെ പിശാചിന് സ്വർഗത്തിൽ ചെല്ലാനുള്ള അനുവാദമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകമൊക്കെ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ദൈവപുത്രന്മാർ ദൈവസന്നിധി നിൽക്കാൻ ചെല്ലുമ്പോൾ സാത്താനും ചെല്ലുന്നുണ്ട്. എക്കാലവുമല്ല, ദൈവത്താൽ അനുവദിക്കപ്പെട്ടൊരു സമയം വരെ അവന് സ്വർഗത്തിൽ ചെല്ലാനുള്ള അനുവാദം ഉണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പിന്നീട് വായിച്ചാൽ മതി, അവനെ തള്ളിയിടുന്ന ഒരു രംഗമുണ്ട്. സ്വർഗത്തിൽ ചെല്ലാനുള്ള അനുവാദം അവനുണ്ട്, പക്ഷെ അവിടെ അധികാരമൊന്നും അവനില്ല. എന്നാൽ അവൻ അധികാരമുള്ള ഒരു ഇടമുണ്ട്, അത് ഈ ഭൂമിയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യനായി മണ്ണിൽ വരുമ്പോൾ പിശാച് ചെന്ന് ചോദിക്കുകയാണ്, നീ എന്നെ വീണ്ടും നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ അങ്ങയ്ക്ക് തരാം. ഇതെങ്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് പിശാചിൻ്റെതായിരുന്നില്ല, മനുഷ്യന് ദൈവം കൊടുത്തതാണ് ഇവിടുത്തെ അധികാരം. എന്നാൽ പാപത്താൽ മനുഷ്യനത് സാത്താൻ അടിയറവ് വച്ചു. ദൈവശാസ്ത്രപരമായി നന്നായിട്ട് അത് വിശദീകരിക്കേണ്ടതാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം വീട്ടിൽ ചെന്ന് ശാന്തമായി വായിച്ചാൽ മതി. ഒരു താത്വികനെ പോലെ ലേഖനകർത്താവ് അത് സവിസ്തരമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് യേശു കർത്താവ് മനുഷ്യനായി മണ്ണിൽ വരേണ്ടി വന്നു, മണ്ണിൽ വന്നതുകൊണ്ട് നമുക്കുണ്ടായ ഗുണമെന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഭൂമിയുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ മനോഹരമായി എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സകലത്തിന്മേലും വാഴാൻ അധികാരിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ അതെല്ലാം കൊണ്ട് സാത്താന്റെ കാൽ കീഴിൽ വച്ചു. ഒരാമേനൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ഒന്നാമത്തെ മനുഷ്യൻ പാപത്താൽ എന്തെല്ലാം സാത്താൻ അടിയറവ് വെച്ചോ അതെല്ലാം മനുഷ്യനായി വന്ന് മനുഷ്യന്റെ പ്രതിനിധിയായി തിരിച്ചു പിടിക്കാനാണ് യേശു കർത്താവ് മനുഷ്യനായി മണ്ണിൽ വന്നത്. അതുല്യമായ ദൈവകൃപയോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ ഭാഗത്തേക്ക് ഇന്ന് രാത്രി പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഭൂമിയുടെ വീണ്ടെടുപ്പ് പൂർത്തിയാകുന്നിടം വരെ സാത്താൻ ഇവിടെ അധികാരമുണ്ട്. പേടിക്കരുത്, അവന് പരമാധികാരമില്ല. ഒരാമേനൊന്ന് പറ. പരമാധികാരി സേവിക്കുന്ന ജീവനുള്ള സത്യ ദൈവമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമോ നമ്മുടെ ത്രിയേക ദൈവമാണ്. അതരം തുറന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവന് അധികാരമുണ്ട് ഈ ഭൂമിയിൽ.
പക്ഷെ അവൻ അധികാരമുള്ള ഭൂമിയാണെങ്കിലും അവൻ്റെ അധികാര കേന്ദ്രമാണെന്ന് ഉള്ളതുകൊണ്ട് അവൻ എന്തും ചെയ്യാൻ കഴിയാത്തൊരു ഗ്രൂപ്പ് ഈ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് യേശുവിൻ്റെ ചങ്കിലെ ചോരയാൽ വില കൊടുത്തു വാങ്ങപ്പെട്ട ദൈവത്തിൻ്റെ സഭ. നിങ്ങളുടെ കാര്യത്തിൽ എൻ്റെ അനുവാദമില്ലാതെ അവനൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ഇന്ന് രാത്രി അഭിഷക്തന്മാർ, ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ സടകുടഞ്ഞൊന്ന് സ്തോത്രം ചെയ്തു പറഞ്ഞ്, ദുഷ്ടപിശാചേ, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദേശം, ദൈവം എന്നെ ആക്കിയ സ്ഥലം, ദൈവത്തിൻ്റെ സഭ നിലനിൽക്കുന്ന ആ പ്രദേശങ്ങൾ ഒരുപക്ഷെ പൈശാചിക കുടിയിരിപ്പ് കേന്ദ്രങ്ങളാകാം. അവിടെ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ദേശാധിപതി ശക്തികൾക്കാണ്, അന്യായ ബന്ധനങ്ങൾക്കാണ്. എന്നാൽ കൃപ ലഭിച്ച ദൈവദാസന്മാർ, ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, നീ സ്വൈര്യവിഹാരം നടത്തുന്ന നിന്റെ ഈറ്റില്ലമാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ അനുവാദമില്ലാതെ എന്നെ, എൻ്റെ തലമുറയെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവനെ, എൻ്റെ മിനിസ്ട്രിയെ, എൻ്റെ സഭയെ, എനിക്ക് ദൈവം തന്ന ഒന്നിനെയും എത്തി നോക്കാൻ നിനക്ക് അനുവാദമില്ല. പാമ്പുകളെയും തേളകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അമർച്ചയായി കൽപ്പിക്കുന്നു. അഴിഞ്ഞു മാറുന്ന അധികാരത്തോടെ പറയാൻ കൃപ പ്രാപിച്ചവർ അധരം തുറന്ന് അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. Jesus. ഫെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, നീ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനം ഉള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു, എങ്കിലും നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവസഭകളുടെ വളർച്ചയ്ക്കെതിരെ, അഭിഷക്തന്മാരുടെ മിനിസ്ട്രിക്കെതിരെ, ദൈവമക്കളുടെ ആത്മീക പുരോഗതിക്കെതിരെ, നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീകവും ഭൗതികവുമായ തലങ്ങൾക്കെതിരെ, ആയുസ്സിനും ആരോഗ്യത്തിനും ജീവനുമെതിരെ വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ ശക്തികൾ, കുടിയിരിപ്പ് ശക്തികൾ, ദേശാധിപതി ശക്തികൾ, അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി കുടിയിരുന്ന് മറഞ്ഞിരുന്നു വെല്ലുവിളിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ മുഴങ്ങുന്ന വചനത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരത്താൽ, യേശു കർത്താവിന്റെ അതുല്യ നാമത്താൽ ആ പൈശാചിക ശക്തികൾ ഈ രാത്രി വിട്ടുമാറട്ടെ. അന്യായ ബന്ധനങ്ങൾ ഈ രാത്രി അഴിയട്ടെ. രോഗശക്തികൾ ഈ രാത്രി വിട്ടുപോകട്ടെ. അത്ഭുത രോഗശാന്തി ഈ രാത്രി ഇതിനകത്ത് സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ വേദിയിൽ നിൽക്കുമ്പോൾ അത്ഭുത രോഗശാന്തി ഇതിനകത്ത് സംഭവിക്കുന്നത് ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. നമ്മുടെ രക്തധമനികളിൽ, മാംസപേശികളിൽ, ആന്തരിക അവയവങ്ങളിൽ, ബാഹ്യ അവയവങ്ങളിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ദൈവാത്മാവ് അയക്കട്ടെ. സെല്ലുകളിൽ അത് ഇറങ്ങട്ടെ. മാംസപേശികളിൽ ഇന്ന് രാത്രി ശക്തി ഇറങ്ങട്ടെ. അത്ഭുത രോഗശാന്തി ആരും നിങ്ങളുടെ തലയിൽ കൈ വയ്ക്കാതെ തന്നെ അത്ഭുത രോഗശാന്തി ഈ രാത്രി സംഭവിക്കട്ടെ. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഭയപ്പെടരുത്. സ്തോത്രം ചെയ്ത് പറഞ്ഞേ, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നെങ്കിൽ, അഭിഷക്തന്മാരെ, വിശ്വാസികളെ, മാറി മാറി ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രതിസന്ധികളും പോരാട്ടങ്ങളും വെല്ലുവിളികളും തടസ്സങ്ങളും മുടക്കങ്ങളും ഇട്ട് മനസ്സിനെ അസ്വസ്ഥമാക്കി ദൈവം തന്ന നിയോഗങ്ങളിൽ നിന്ന് നമ്മെ പിറകോട്ട് വലിച്ച് പ്രാർത്ഥനാ മുറികളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തി ഇതുവരെ നമ്മെ ഭയപ്പെടുത്തിയ, കീഴ്പ്പെടുത്തിയ ചില ശക്തികളുടെ മേൽ, പൈശാചിക വ്യാപാരങ്ങളുടെ മേൽ നിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ തിളക്കം
നഷ്ടപ്പെടുത്തിയ ആ പൈശാചിക വ്യാപാരത്തിന്റെ മേൽ ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്താലും വചനത്താലും രക്തത്താലും വചനത്താലും ജയം ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് ദൈവാലോചന വിളിച്ചു പറയുമ്പോൾ അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ഈ പന്തലിന്റെ കീഴിൽ അസാധാരണ ദൈവശക്തി ഇന്ന് രാത്രി ചലിക്കുന്നത് ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. എന്നോട് ചോദിച്ചെന്ന് അർത്ഥം, എന്നോട് ചോദിക്കാതെ നിങ്ങളെ ഒന്നും ചെയ്യാൻ അവന് പറ്റില്ല. കർത്താവിനോട് പീലാത്തോസ് പറഞ്ഞു, നിന്നെ ക്രൂശിക്കാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയാവോ? കർത്താവ് പറഞ്ഞു, നിന്റെ അധികാരത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷെ എൻ്റെ കാര്യത്തിലൊരു കുഴപ്പമുണ്ട്. മുകളിൽ നിന്ന് അധികാരം കിട്ടിയിട്ടല്ലാതെ എല്ലാവരോടും പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറാൻ നിന്നെ കൊണ്ട് പറ്റില്ല പീലാത്തോസേ. കാരണം മുകളിൽ നിന്ന് അനുവദിക്കാതെ എന്നെ ഒന്നും ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ല. ഇന്ന് രാത്രി ഇരുളിന്റെ ശക്തിയോട്, ദുഷ്ട വ്യാപാരത്തോട്, നിനക്കെതിരെ നിൽക്കുന്ന ആഭിചാരത്തിന്റെ, മന്ത്രവാദത്തിന്റെ, അന്യാരാധനയുടെ ശക്തികൾ എത്ര പ്രബലമെങ്കിലും അതരത്തിൽ കൃപയുള്ളവർ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ, എന്നെ വീണ്ടെടുത്ത് എനിക്ക് രക്തം തന്ന് എന്നെ ദൈവത്തോട് നിരപ്പിച്ച് എന്നെ തന്റേതാക്കി മാറ്റിയ എന്റെ രക്ഷിതാവ് അറിയാതെ, എന്റെ രക്ഷിതാവിന്റെ അനുവാദമില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. മാറി നിൽക്കുന്ന അധികാരത്തോട് പറയാൻ കൃപയുള്ള എത്ര പേർ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്? അടുത്തൊരു ചിന്ത കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ 100ാമത് ജനറൽ കൺവെൻഷൻ നടക്കുന്ന പോലെ അത് ലൈവായി നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. ഒരാമേനൊന്ന് പറ. സാത്താൻ വന്ന് എൻ്റെ ചെവി ചോദിക്കുന്നു, നിങ്ങളെ പാറ്റാൻ അനുവാദം കൊടുക്കാവോ? കൊടുക്കണോ വേണ്ടയോ? കർത്താവ് അവരുടെ സമ്മതമൊന്നും ചോദിച്ചില്ല. അർത്ഥം, അത് അപ്പോൾ നടക്കുന്നതല്ല, ഇന്നലകളിൽ എപ്പോഴോ സംഭവിച്ചതാ. ഇപ്പൊ സാത്താൻ അനുവാദം ചോദിച്ചു വന്നതും കർത്താവ് കൊടുക്കാതിരുന്നതും അവരറിഞ്ഞില്ല. കർത്താവ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിരുന്നു എന്ന് പറയുമ്പോഴാണ് അങ്ങനൊരു കാര്യം നടന്നിരുന്നു എന്നവരറിയുന്നത്. ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, 100 വർഷം പിന്നിട്ടില്ലേ? ഇന്ന് രാത്രി കസാരയിൽ ഇരിക്കുന്നവരും വേദിയിൽ ഇരിക്കുന്നവരും ചിന്തിച്ച് എത്ര വർഷങ്ങൾ, പതിറ്റാണ്ടുകളായി ദൈവത്തെ സേവിക്കുക. പക്ഷെ നാം അറിയാതെ നമ്മെ തകർത്ത് കളയാൻ ഇരുളിന്റെ ശക്തികൾ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞതാണെന്നറിയാമോ? വഞ്ചനയുടെ വല വിരിച്ചതാണെന്നറിയാമോ? ചതിയുടെ കുഴി കുഴിച്ചതാണെന്നറിയാമോ? എന്നാൽ നാം അറിയാതെ നമ്മെ തകർത്ത് കളയാൻ ഇരുളിന്റെ ശക്തികൾ ഒരുക്കിയ വലകളും കുഴികളും അതിൻ്റെ അകത്ത് നാം ചെന്നുപെടാതെ, നാം പോലും അറിയാതെ നമ്മെ ഒഴിവാക്കി നടത്തിയ ദൈവകൃപയാണ് ഇന്ന് രാത്രി പുൽപ്പിറ്റിൽ നിൽക്കാൻ, ഈ കസാരയിൽ ഇരിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരം ഒരുക്കപ്പെട്ട് കിട്ടിയത്. വിശ്വാസ സമൂഹമേ, ഇന്ന് രാത്രി അത് മറക്കരുതേ. വേദപുസ്തകത്തിൽ നിന്ന് ഞാനതൊന്നും തെളിയിക്കാം. നമ്മൾ പോലും അറിയാതെ ചില മേഖലയിൽ ദൈവം ഇടപെടും. ആമേനെന്ന് പറ. ആ ദൈവിക ഇടപെടൽ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നതാണ്, അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടൊന്നും രക്ഷപ്പെട്ടു വന്നതല്ല. ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് അത്ഭുതകരമായി ഞാനും നിങ്ങൾ രക്ഷപ്പെട്ടതാണ്. ഉദാഹരണം തിരുവഴുത്തെന്ന് പറയാം. റിബേക്ക യാക്കോബിനെ തൻ്റെ ആങ്ങളയുടെ വീട്ടിലേക്ക്, യാക്കോബിൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് വിടുമ്പോൾ റിബേക്ക മകനോട് പറഞ്ഞു, മോനെ, ഏശാവിൻ്റെ കോപം മാറിയ ശേഷം ആളയച്ച് ഞാൻ നിന്നെ മടക്കി വിളിക്കാം. യാക്കോബ് ആ പ്രതീക്ഷയിലാണ് പോയെ.
അമ്മയുടെ നയപരമായ ഇടപെടൽ കൊണ്ടൊക്കെ ഏശാവിൻ്റെ കോപം മാറി അവനൊന്ന് തണുത്ത് കഴിയുമ്പം എനിക്ക് മടങ്ങി വരാം. 2 പതിറ്റാണ്ട് കഴിഞ്ഞു. അമ്മയുടെ നയമൊന്നും ഏശാവിൻ്റെ അടുത്ത് വിലപ്പോയില്ല. യാക്കോബ് ദീർഘവർഷങ്ങൾ കാത്തിരുന്നു, അമ്മ അയച്ച ആൾ വരുന്നുണ്ടോ, അമ്മ അയച്ച ആൾ വരുന്നുണ്ടോ. പക്ഷെ അമ്മ അയച്ച ആൾ വന്നില്ല. ദൈവം യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ, നീ ഇവിടെ പാർത്തതും മതി, പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഏശാവിൻ്റെ കോപം മാറിയില്ല. മാറിയാൽ ആളയക്കാവെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ആള് വരാത്തതിന്റെ കാരണം ഏശാവിൻ്റെ കോപം മാറിയിട്ടില്ല. വീട്ടിലെ കാര്യം അത്ര പന്തിയല്ലെന്ന് അറിയാമെങ്കിലും ആഴിയെന്നോർക്കാതെ, ആഴമാരായാതെ, പ്രത്യാഘാതങ്ങൾ എന്താകുമെന്നൊരു വിലയിരുത്തലിനും മുതിരാതെ ദൈവശബ്ദത്തെ അനുസരിക്കാൻ യാക്കോബ് തീരുമാനിച്ചു. ഇന്ന് രാത്രി ദൈവം പറഞ്ഞ പലതിനും ചുവട് വയ്ക്കാൻ കഴിയാതെ പല സാഹചര്യങ്ങളെയും വിശകലനം ചെയ്ത് മാനുഷിക കണക്കുകൂട്ടലുകൾ നിമിത്തം ദൈവിക നിയോഗത്തിൽ നിന്ന് പിറകോട്ട് മാറി നിൽക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളുടെ തലയിൽ കൈവച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, മുന്നിൽ കണ്ട പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ദൈവ നിയോഗത്തെ, ദൈവശബ്ദത്തെ സംശയിച്ച് അരച്ച് പിറകോട്ട് മാറരുത്. നീ ദൈവശബ്ദത്തിന് ചുവട് വയ്ക്കുമെങ്കിൽ നീ ഭാരപ്പെടുന്ന ചില പ്രതിസന്ധിയിൽ ദൈവകരം ഇടപെടുന്നത് താങ്കളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുമെന്ന് ഇന്ന് രാത്രി KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ദൂത് പ്രവചനമായി വിളിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബ് വീട്ടിലേക്ക് പോകുമ്പോൾ ഹാർട്ടിന്റെ ഇടിപ്പ് കൂടുക, കാലിന്റെ വേഗത കുറയുക. അതെന്നാ? എൻ്റെ ദൈവമേ, കഴിഞ്ഞ 20 പതിറ്റാണ്ടായി എന്നെ അലട്ടുന്നൊരു പ്രശ്നമാണ് ഏശാവ്. ഞാൻ അവനെ എങ്ങനെ അഭിമുഖീകരിക്കും? എന്നോടുള്ള അവന്റെ പ്രതികരണം എന്തായിരിക്കും? ഇത് യാക്കോബിനെ അലട്ടുന്നൊരു പ്രതിസന്ധിയാണ്. എന്റെ ഭാഷ പറയാം, യാക്കോബിന് അറിയാവുന്ന പ്രതിസന്ധി ഏശാവെന്ന പ്രതിസന്ധിയാണ്. പക്ഷെ അവൻ അറിയാത്തൊരു പ്രതിസന്ധി അവന്റെ പിറകെ വരുന്നുണ്ട്. യാക്കോബ് പോയി കഴിഞ്ഞ് 3-ാം ദിവസം ലാബാൻ അറിയുന്നത് അവൻ മുങ്ങിയെന്ന്. തൻ്റെ സഹോദരന്മാരും സന്നാഹവും ആളുമാരവുമായി ലാബാൻ വരിക. 7-ാം ദിവസം യാക്കോബ് ഗിലെയാദ് പർവ്വതത്തിലെത്തി. ലാബാനും ഗിലെയാദ് പർവ്വതത്തിലെത്തി. നേരം വെളുത്ത യാക്കോബിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകണം, അവനോട് ദോഷം ചെയ്യണം. അതാണ് ലാബാന്റെ ഉദ്ദേശ്യം. പക്ഷെ അന്ന് രാത്രി ദൈവം ഗിലെയാദ് പർവ്വതത്തിൽ ഇറങ്ങി ലാബാനോട് പറഞ്ഞു, നീ യാക്കോബിനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്തു പോകരുത്. പിറ്റേ പ്രഭാതത്തിൽ യാക്കോബും ലാബാനും തമ്മിൽ കണ്ടുമുട്ടി. ലാബാൻ പറയുകയാണ്, നീ എന്നെ കബളിപ്പിച്ച് എന്തിനാ പോന്നത്? നീ എന്നെ വിദഗ്ധമായി കബളിപ്പിച്ച് പോകുന്നൊന്നും ചിന്തിക്കണ്ട. നിന്നോട് ദോഷം ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ട്. അതിനുള്ള എല്ലാ കരുക്കളും നീക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ദോഷം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? നിന്റെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു, നീ അവൻ്റെ ദാസനാണെന്ന്. അവനോട് നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്തു പോകരുതെന്ന്. അങ്ങനൊരു ദൈവിക ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിന്നോട് ദോഷം ചെയ്തേനെ. യാക്കോബേ, നീ അറിയാതെ നിന്നെ തകർത്ത് കളയാൻ, നിന്നോട് ദോഷം ചെയ്യാൻ ലാബാൻ പരിവാരങ്ങളുമായി വന്നത്. പക്ഷെ നീ അറിയാതെ നിന്നെ പിന്തുടർന്ന് ആ ലാബാന്യ ശക്തികളോട്
ഇടപെട്ട് ആ ശക്തികൾ നിനക്ക് ദോഷം വരുത്താതെ നിന്നെ അത്ഭുതകരമായി പ്രൊട്ടക്ട് ചെയ്തത് എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, എൻ്റെ ദൈവത്തിൻ്റെ കരുണയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ അധരം തുറന്ന് പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിച്ച് നിറകണ്ണുകളോടെ സ്തോത്രം ചെയ്തു പറ, എന്നെ തകർത്ത് കളയാൻ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ തലമുറയ്ക്കെതിരെ, എൻ്റെ മിനിസ്ട്രിക്കെതിരെ, എൻ്റെ ആരോഗ്യത്തിനെതിരെ, എൻ്റെ ആയുസ്സിനെതിരെ, എൻ്റെ ജീവനെതിരെ എന്തിരുളിൻ്റെ ശക്തികൾ ഉന്നം വെച്ചു വന്നതാ കർത്താവേ. എന്നാൽ ഞാൻ പോലും അറിയാതെ ആ ശക്തികളോട് ഇടപെടേണ്ട സ്ഥലത്ത്, ഇടപെടേണ്ട സമയത്ത് ഇടപെട്ട് ജീവനെ കൊള്ള പോലെ തന്ന അതുല്യ ദൈവകൃപയ്ക്ക് ഇന്ന് രാത്രി ആരാധന എന്ന് പറയാൻ അതരം ചലിക്കപ്പെടുന്നില്ലെങ്കിൽ, കരമടിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ഭക്തിക്ക് എന്തോ പന്തുകേടുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിശ്വസ്തത തിരിച്ചറിയുന്നവർ അതരം പൂട്ടിയിരിക്കാതെ അതരം തുറന്ന് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരാത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുക, ഈ രാത്രി ഇവിടെ ദൈവവചനം പ്രസംഗിക്കുന്ന എനിക്കെതിരെയോ എൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കുമെതിരെയോ ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാർക്കെതിരെയോ വിശുദ്ധന്മാരായ വിശുദ്ധമതികളായ ദൈവമക്കൾക്കെതിരെയോ ഈ രാത്രി നാം അറിയാതെ തന്ത്രങ്ങൾ മെനയുന്ന, വഞ്ചനയുടെ വലവിരിക്കുന്ന, തകർച്ചയുടെ കുഴി കുഴിക്കുന്ന ഏതെങ്കിലും ഇരുളിൻ്റെ ശക്തികളുണ്ടെങ്കിൽ, ദുഷ്ടവ്യാപാരങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ, ഇവിടെ മുഴങ്ങുന്ന വചനത്തിൻ്റെ ശക്തിയാൽ ആ പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി വിട്ടുമാറുന്ന രാത്രിയായി മാറട്ടെ. യഹോവ എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. പുക പതറുന്നത് പോലെ, മെഴുകുരുകുന്നത് പോലെ ഇന്ന് രാത്രി ചില ശക്തികൾ വിട്ടുമാറുന്ന രാത്രിയാകട്ടെ. ദാവീദ് പ്രാർത്ഥിച്ചേ, യഹോവേ അഹിത്തോഫേലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ. നീ അറിയാതെ നിന്നെ തകർത്ത് കളയാൻ കരുക്കം നീക്കുന്ന ചില ശക്തികൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറുകയാണ്. ചില തന്ത്രങ്ങൾ പാളി പോകുകയാണ്. ലക്ഷ്യസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ട പലതും ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ നിനക്ക് വേണ്ടി നിന്നെ തകർക്കാൻ ഉത്ഭവ സ്ഥാനത്തു നിന്ന് പുറപ്പെട്ട പലതും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് പാതി വഴി കുടഞ്ഞു മാറുന്നത് പോലെ ഇന്ന് രാത്രി നിനക്കെതിരെ ചീറി വരുന്ന ചിലത് ഈ രാത്രി പരിശുദ്ധാത്മാവ് വചനത്താൽ അഴിച്ചു മാറ്റുന്ന ഒരു ദൈവ കൃപ ഈ രാത്രി ഇതിനകത്ത് ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. എത്ര ഹൃദയസ്പർശിയായൊരു പദം. എൻ്റെ പിതാവേ, ഇവരെ ഗോതമ്പ് പോലെ പാറ്റാനും ഇവരെ തകർത്ത് കളയാനും ഇരുളിൻ്റെ ശക്തികൾ അവകാശവാദവുമായി വന്നതാ. ഞാൻ സമ്മതിച്ചില്ല, ഞാൻ വിട്ടുകൊടുത്തില്ല. യൂദായുടെ ലേഖനം 1-ാം വാക്യം ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു. അടുത്തതൊന്ന് സ്തോത്രം ചെയ്ത് പറ. യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് അതേ ലേഖനം 24-ാം വാക്യോ ഒരുമിച്ച് ആത്മനിറവിൽ സ്തോത്രം ചെയ്ത് പറ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ
ജീവനോടെ നിർത്താൻ ശക്തിയുള്ളവന്. കൃപ ലഭിച്ചവർ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. 1 തെസ്സലോനി 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകട്ടെ. അടുത്തത് സ്തോത്രം ചെയ്ത് ഉറക്കെ വിളിച്ചു പറ, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കോ. ശിഷ്യൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മൂന്നാമത്തേത്, യേശു കർത്താവ് താനായി തനിക്കു വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥന? പിതാവേ, ലോകസ്ഥാപനത്തിനു മുൻപേ എനിക്കങ്ങയുടെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമെന്നല്ല, തിരികെ കൈക്കൊള്ളണമേ. ഒരു നല്ല ആമേ ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മെ തേടി നമ്മുടെ രക്ഷിതാവ് മണ്ണിലേക്ക് വരുമ്പോൾ തൻ്റെ ദൈവത്വമല്ല, പിന്നെ തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ് വേണ്ടെന്ന് വെച്ചു വന്നത്. ഫിലിപ്പി ലേഖനം 2:5 മുതൽ വായിക്കണ്ട. ക്രിസ്തുയേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി ക്രൂശിലെ മരണത്തോളം തന്നെ. ഈ വാക്യത്തിൻ്റെ ഒക്കെ ഗൗരവം എത്ര പേരും തിരിച്ചറിയുന്നുണ്ട്? ദൈവത്തിന് നമ്മോടുള്ള മഹാകരുണ ദൈവം വെളിപ്പെടുത്തിയ ഏറ്റവും ഉന്നതമായ വെളിപ്പാടാണ്. തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം ഉപേക്ഷിച്ച് യേശു കർത്താവ് മനുഷ്യനായി മണ്ണിൽ വന്നു എന്നുള്ളത്. അതരന്തുരം എന്നോട് ചേർന്ന വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എന്തുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് ഈ മണ്ണിലേക്ക് വന്നു? അതറിയണമെങ്കിൽ ആദാമ്യ പാപത്തിലേക്ക് നാം ഒന്ന് വരണം. ഹവ്വായുടെ അടുക്കൽ ചെന്ന് നയപരമായി തന്ത്രപരമായി പിശാച് ചോദിക്കുകയാണ്, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നരുതെന്ന് വാസ്തവമായ ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഹവ്വായുടെ മറുപടി ഇല്ലില്ല, ദൈവം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് മാത്രല്ല, തൊടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളതിന് കൊടുക്കുന്ന വ്യാഖ്യാനം കരുതിക്കൂട്ടി മെനഞ്ഞു കെട്ടി ഹവ്വ ഒരു പോഷ്ക്ക് പറഞ്ഞു. ആ കള്ളമെന്ന വിടവിലൂടെ സാത്താൻ കയറിയുന്ന. ഞാനതിനെ എതിർക്കുന്നില്ല, ഒരു പരിധി വരെ അത് ശരിയാണ്. എന്നാൽ അതിൻ്റെ മറുസൈഡ് ചിന്തയ്ക്കായി ഞാനെന്ന് പറയുകയാണ്, ഇത് തിന്നരുതെന്ന് മാത്രമല്ല തൊടരുതെന്നും കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ കരുതിക്കൂട്ടി ഒരു കള്ളം പറഞ്ഞു എന്നതിനേക്കാൾ ആ വൃക്ഷഫലം പറിച്ചു തിന്നാൻ പോയിട്ട് അതിൽ തൊടാൻ പോലും ആ സാധു സഹോദരി ആഗ്രഹിച്ചിരുന്നില്ല എന്നൊരു നല്ല വശം കൂടെ അതിനില്ലേ? നിങ്ങൾ നല്ല ആമയും പറഞ്ഞ് എന്നോട് ഒന്ന് വാ. അങ്ങനെ നല്ല വശം കൂടി ഇല്ലേ? അങ്ങനാണെങ്കിൽ തിന്നാൻ പോയിട്ട് തൊടാൻ പോലും ആഗ്രഹിക്കാതിരുന്ന ആ വിലക്കപ്പെട്ട കനിയിലേക്ക് കൈ എങ്ങനാ നീണ്ടത്?
അവിടെ ആ പൗലോസ് പറയുന്ന വാക്യത്തിന്റെ പ്രസക്തി, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. സാത്താന്റെ ഉപായം തിരുവെഴുത്തിലെ മനോഹരമായൊരു പഠനമാണ്. എന്തായിരുന്നു സാത്താന്റെ ഉപായത്തിൽ ഒന്ന് വ്യക്തമാക്കാം. ഇതെന്തിനാ തിന്നരുതെന്ന് ദൈവം പറഞ്ഞെന്നറിയാമോ? ആകാംക്ഷാഭരിതയായ ഹവ്വ നോക്കുമ്പോൾ സാത്താൻ പ്രതിവചിക്കുകയാണ്, തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, ദൈവത്തിനത് താല്പര്യമില്ല. അപ്പോഴാ അമ്മാമയ്ക്ക് കത്തിയത്. അത് പറ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്ന, ഇതിൻ്റെ മാത്രം ഫലം തിന്നരുതെന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുക അതെന്നെ അങ്ങനെ പറഞ്ഞെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് ദൈവം അങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. എങ്ങനെ ഇരുന്നോണ്ടാ പിശാച് മനുഷ്യനെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത്? മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ സ്ഥിതി എങ്ങനായിരുന്നു? 8-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ അങ്ങയുടെ കൈകളുടെ വിരലുകളുടെ പണിയായ ആകാശത്തെയും അങ്ങുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവനെന്ത്, മനുഷ്യപുത്രനെ വിചാരിപ്പാൻ അവനെന്തും മാത്രം. അങ്ങവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. തേജസ് അണിയിക്കപ്പെട്ട് ബഹുമാനം അണിയിക്കപ്പെട്ട് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട് ആ നിലയിലിരുന്ന മനുഷ്യന്റെ അകത്ത് പിശാച് കൊടുത്ത തെറ്റിദ്ധാരണ പോരാ ഇത് പോരാ. നിങ്ങൾ ഇങ്ങനൊന്നും ഇരിക്കേണ്ടവരല്ല. ഒരാമേനൊന്ന് പറയുന്നേ. അന്ന് മുതൽ ഇന്ന് വരെ പിശാച് മാനവകുലത്തിൽ ഉപയോഗിക്കും തോറും മൂർച്ച കുറയാതെ മൂർച്ച കൂടിക്കൂടി വരുന്ന അവൻ്റെ ആയുധപ്പുരകളിലെ കനത്ത ആയുധമാണ് അസംതൃപ്തി. ഒരു നല്ല ആമേ ശക്തിയോടൊന്ന് പറയണം. യാഥാർത്ഥ്യത്തിലേക്ക് വരണ്ടേ? അന്നും ഇന്നും മനുഷ്യന്റെ പ്രശ്നം ഇതാ, അസംതൃപ്തി. ഇന്നിപ്പം കാലം മാറി, നമുക്കില്ലാത്തതല്ല നമ്മുടെ വിഷയം. മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ ഉണ്ടായിപ്പോയതാണ് നമ്മുടെ വിഷയം. ഒരാമേനൊന്ന് പറയാവോ? ലൈവൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് പറയാൻ മടിയുണ്ട്. എന്നാലൊന്ന് പറയുക. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരെ ആരെങ്കിലും പറഞ്ഞാൽ അവരെന്നോട് പിണങ്ങില്ലേ? അതുകൊണ്ട് ഞാനങ്ങ് ബലിയാടാകുക. ഉദാഹരണത്തിൽ കെ ജെ തോമസ് വന്നു, പൊങ്ങച്ചൻ പറഞ്ഞു, ഇനി അങ്ങേരുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞല്ലെന്ന് പറഞ്ഞു. ആളെ സോഷ്യൽ മീഡിയയിലൊന്നും എന്നെ കൊല്ലില്ലേ. ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട് വെച്ചേ, ഉദാഹരണം പറയാം കേട്ടോ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുക. 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട് വെച്ചു. നല്ലൊരു വീടാണ്, വിശാലമായ മുറി, നല്ല കട്ടിൽ, നല്ല മെത്ത, ഹൈറേഞ്ചിലെ തണുപ്പല്ലേ, 2 കമ്പിളി ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റൂ. 4 വർഷം എൻ്റെ ആ നല്ല വീടിനകത്തെ വിശാലമായ മുറിയിലെ നല്ല കട്ടിലെ നല്ല മെത്തയിൽ എന്തോ നല്ലൊരു ഉറക്കമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് ഉറക്കമില്ല. കൂടെ ഉണരുന്നു, വെള്ളം കുടിക്കുന്നു. വെളുപ്പിന് 2 മണിയൊക്കെ 3 മണിയൊക്കെ ഉണരുക. ഞാൻ ഈ വെള്ളം കുടിക്കുന്നതും വേർക്കുന്നതും ഉണരുന്നതും തണുപ്പില്ലാഞ്ഞിട്ടല്ല, വീടും മുറിയും കട്ടിലും മെത്തയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. കഴിഞ്ഞ 2 വർഷം മുമ്പ് എൻ്റെ അയൽപക്കംകാരൻ എന്നേക്കാൾ നല്ലൊരു വീട് വെച്ചു. അന്ന് തൊട്ട് തുടങ്ങിയതായി എൻ്റെ ഉറക്കക്കുറവ്. ഞെട്ടി വേർത്ത് എണീക്കാൻ കാരണം എന്നാ, എൻ്റെ ദൈവമേ അന്ന് ആ വീട് വെക്കണ്ടായിരുന്നു, ഇപ്പം വെച്ചാൽ മതിയാണ്. ഇപ്പോഴായിരുന്നെങ്കിൽ അതിൻ്റെ എലിവേഷൻ അങ്ങനെ ആയിരിക്കുകയല്ല, അവനെ വെല്ലുന്ന വേറൊന്ന് ഞാൻ വെച്ചേനെ. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്കില്ലാത്തതല്ല, മറ്റുള്ളവരെക്കാൾ നമുക്ക് കുറഞ്ഞെന്നും മറ്റുള്ളവർക്ക് നമ്മേക്കാൾ കൂടിയെന്നുമുള്ള എന്തോ തെറ്റിദ്ധാരണയാണ്. പലരും ദൈവത്തെ വിളിക്കുന്നതും കൈയടിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നത് പോലും ആത്മീക വർധനവിനല്ല, മറ്റുള്ളവരെ തോപ്പിക്കാൻ, ദൈവത്തിൽ നിന്ന് പലതും നേടിയെടുക്കാനുള്ള കുറുക്കു വഴിയും ഒറ്റമൂലിയുമാണ്. പലർക്കും ആരാധനയും
പ്രാർത്ഥനയും ഭക്തിയും ദൈവമെന്ന് പറയുന്നതും. ഇന്ന് രാത്രി ജനറൽ കൺവെൻഷനിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആരെയും തോൽപ്പിക്കാൻ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഭൗതിക നന്മ നേടിയെടുക്കാനുള്ള കുറുക്കു വഴിയല്ല ദൈവം. അതല്ല ഭക്തി, അതല്ല ആരാധന. ദൈവം തരുന്നതിൽ തൃപ്തിപ്പെട്ട് നിത്യതയ്ക്കായി ഒരുങ്ങുന്നതാണ് പരിപക്വമായ ക്രിസ്തീയ ജീവിതമെന്ന് ആർജവത്വത്തോടെ തിരിച്ചറിഞ്ഞ് അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. ഈ ആത്മീകരായി ജീവിക്കണം. രണ്ട് കാര്യം ശ്രദ്ധിച്ചോണം. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിച്ചോണം. ആമേനൊരു കുറവുണ്ട്. പാസ്റ്റർമാരൊക്കെ എന്നേക്കാൾ നല്ല വണ്ടിയെ വരുമ്പോഴേ, നമ്മളെക്കാൾ നല്ല വീട് വെക്കുമ്പോഴേ സ്തോത്രം. മക്കൾക്ക് എൻ്റെ മോളേക്കാൾ എൻ്റെ കൂട്ടു ശുശ്രൂഷകൻ്റെ കൂട്ടുവിശ്വാസിയുടെ മോക്ക് മാർക്ക് കൂടുതൽ കിട്ടുമ്പോൾ, അവർ വിദേശ രാജ്യത്തൊക്കെ ഡോക്ടറിന് പഠിക്കാൻ പോകുമ്പോൾ ഹല്ലേലൂയ, കുശുമ്പില്ലാതെ അഭിനന്ദിക്കണമെങ്കിൽ, സ്തോത്രം പറയണമെങ്കിൽ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ ഒരു മനസ്സു വേണം. ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് പറയാൻ കഴിയും? ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രി ജനറൽ കൺവെൻഷനിൽ അസൂയ ഈ ഗ്രൗണ്ടിൽ കുടഞ്ഞെറിഞ്ഞിട്ടേ പോകാവൂ. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ ഒരു മനസ്സെനിക്ക് തരണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുക. ജനറൽ കൺവെൻഷൻ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അങ്ങ് വിഴുങ്ങി പോവുക. രണ്ട്, നമുക്ക് ദൈവം തന്നതിൽ തൃപ്തിപ്പെടുക. ഞാൻ ഈ വാചകം ഒന്ന് പറഞ്ഞോട്ടെ, എന്നോട് ക്ഷമിക്കുമോ? KJ തോമസ് എന്ന എനിക്ക് എന്തു തന്നാൽ ഞാൻ നിത്യതയിലെത്തുമെന്നും എന്തു തന്നില്ലെങ്കിൽ നിത്യത എനിക്ക് ഉറപ്പിക്കപ്പെടുമെന്നും എന്നെക്കാൾ നല്ലവണ്ണം അറിയാവുന്നത് എൻ്റെ കർത്താവിനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതെല്ലാം തരികയല്ല, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ മേൽ പകരുകയുമല്ല. നിത്യതയിൽ നിന്ന് എന്നെ അകറ്റാൻ സാധ്യതയുള്ള എല്ലാറ്റിനെയും എനിക്ക് വിലക്കുകയും നിത്യത ധാരാളമായി പ്രാപിക്കാൻ എനിക്ക് അവസരം ഒരുങ്ങപ്പെടുന്നതും മാത്രം എനിക്ക് തരികയും ചെയ്ത് തൻ്റെ കൃപയിൽ എന്നെ നിലനിർത്തണമെന്ന് ഹൃദയപൂർവ്വം നിഷ്കളങ്കമായി ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അതിനായി നമ്മെ സഹായിക്കട്ടെ. അപ്പൊ സാത്താൻ മനുഷ്യന്റെ അകത്ത് കൊടുത്ത ചിന്ത, നിങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷെ ദൈവം എന്താ ചെയ്തെന്നറിയോ? മനുഷ്യന്റെ പ്രവണത താഴ്ന്ന നിലയിൽ നിന്ന് എങ്ങനെയും ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തപ്പെടുക എന്നുള്ളതാണ്. മനുഷ്യൻ താണതിൽ നിന്ന് എത്രയും ഉയരാമോ അത്രയും ഉയരാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ദൈവം മനുഷ്യനോട് തൻ്റെ ഹൃദയം തുറന്ന് കാണിക്കുക. മനുഷ്യ, താണതിൽ നിന്ന് ഉയരണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നീ എന്നെ പോലാകുന്നത് എനിക്ക് താല്പര്യമില്ലെന്ന് പിശാച് നിന്നെ തെറ്റിദ്ധരിച്ചെങ്കിൽ എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് വ്യക്തമാക്കി തരാം. അതിനെൻ്റെ കർത്താവ് എന്താ ചെയ്തത്? സ്വർഗത്തെക്കാൾ വലിയവൻ, തേജസ്സിന്റെ കർത്താവ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തന്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി മണ്ണിൽ വന്ന് ദൈവകൃപയോർത്ത് അതരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ യേശു കർത്താവ് തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് വന്നതുകൊണ്ട് നമുക്കെന്തു ഗുണം കിട്ടി? റോമാലേഖനം 8:28 വായിക്കണ്ട.
നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സു വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. അപ്പൊ ഒരു തേജസ് നമ്മിൽ വെളിപ്പെടാനുണ്ട്. 2 തെസ്സലോനി 2:14 നമ്മുടെ കർത്താവിൻ്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കു വിളിച്ചത്. എന്തിനു രക്ഷിക്കപ്പെട്ടു? രക്ഷിക്കപ്പെട്ടവർ എന്തിനു കൃപയിൽ നിൽക്കുന്നു? ഒറ്റ ലക്ഷ്യമേയുള്ളൂ, എനിക്കെൻ്റെ കർത്താവിൻ്റെ മഹത്വം പ്രാപിക്കണം. 1 യോഹന്നാൻ 3:1 മുതൽ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. അടുത്തത് ചാട്ടുള്ളി പോലെ പറ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അടുത്തതിനൊരു അടിവരയിട്ടേക്കണം. അവനോട് സദൃശന്മാരാകും. ഫിലിപ്പ്യ ലേഖനം 3:20-21 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, അടുത്തത് ഒരുമിച്ച് പറ, അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ കാഹളം നാദത്തിങ്കൽ യേശു കർത്താവിന്റെ മടങ്ങി വരവിൽ നമുക്ക് കിട്ടാൻ പോകുന്ന തേജസ്, നമുക്ക് കിട്ടാൻ പോകുന്ന ശരീരം നഷ്ടപ്പെട്ട ആദാമ്യ തേജസ് അല്ല. യേശു കർത്താവ് ഇന്ന് ഏതു തേജസ്സിലാണോ, ഏതു മഹത്വത്തിലാണോ, ആ തേജസ്സിലേക്ക്, ആ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കാൻ തേജസ്സിന്റെ കർത്താവ് തന്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് മണ്ണിൽ വന്ന ദൈവകൃപ ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ രാത്രി അതരത്തിൽ ബലമുണ്ട്? അതൊന്ന് തെളിയിക്കണ്ടേ? എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നിർത്തി ഒന്ന് വായിക്കണ വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. സിസ്റ്ററെ ഒന്ന് നിർത്തണേ ആ വാക്യം, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേ ദൈവമക്കൾ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. ആരെയാണ് തിരുവെടുത്ത് അങ്ങനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്? പിതാവായ ദൈവത്തെ തിരുവെടുത്ത് അഭിസംബോധന ചെയ്യുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. അടുത്തത്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. ആരാണ് തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന പുത്രന്മാർ? അത് ഞാനും നിങ്ങളുമാണ്. എത്ര പേർക്ക് ഹൃദയപൂർവ്വം ഈ രാത്രി കർത്താവിന് ആരാധന അർപ്പിക്കാൻ കഴിയും? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അവരുടെ രക്ഷാനായകനെ ആരുടെ രക്ഷാനായകനെ? തേജസ്സിലേക്ക് നടത്തപ്പെടാൻ പോകുന്ന പുത്രന്മാരുടെ രക്ഷാനായകനെ. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ എന്തെങ്കിലും ന്യൂനതകൾ, അപൂർണതകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ക്രൂശു മരണം കൊടുത്ത് ജഡത്തിൽ കഷ്ടം കൊടുത്ത് അത് തികച്ചെന്നല്ല. യേശുവിൽ അങ്ങനെ ഒരു ന്യൂനതയും ഉണ്ടായിരുന്നില്ല, ഒരപൂർണതയും ഉണ്ടായിരുന്നില്ല. പിന്നെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി എന്ന് പറഞ്ഞാൽ എന്താ? മാനവവർഗത്തിന്റെ വീണ്ടെടുപ്പിന്, പാപപരിഹാരത്തിന്, നമ്മുടെ തേജസ്കരണത്തിന്
പ്രവേശനത്തിന്, നമ്മുടെ നിത്യതയിലേക്കുള്ള ധാരാളമായ പ്രവേശനത്തിന് എന്തെല്ലാം ചെയ്യണമെന്ന് സ്വർഗീയ കോടതി തീരുമാനിച്ചുറപ്പിച്ചോ, അതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി, എൻ്റെ വീണ്ടെടുപ്പിനായി, എൻ്റെ നിത്യതയിലേക്കുള്ള ധാരാള പ്രവേശനത്തിനായി യേശു പൂർത്തീകരിച്ചോ. കരമുയർത്തി അധരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഈ രാത്രി നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ക്രൂശിന് ചുവട്ടിലേക്കൊന്ന് വരാമോ? തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, പുറം ഉഴുവച്ചാല് പോലെ കീറപ്പെട്ട്, ക്രൂശിൻ്റെ ക്രോസ് ഭാഗം തൻ്റെ ചുമലിൽ ഏറ്റെടുത്ത് യെരൂശലേം തെരുവീതിയിലൂടെ രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴ്ത്തി, വലത്തോട്ടും ഇടത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും വീണും എണീറ്റും വീണും എൻ്റെ രക്ഷിതാവ് നടന്നു നീങ്ങി. അവസാനം തലയോടിടുമെന്ന ഗോൽഗൊത്ത മലയുടെ മുകളിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ അസ്ഥികട ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് എൻ്റെ രക്ഷിതാവ് കിടക്കുന്ന കാഴ്ച ഇന്ന് രാത്രി നിങ്ങൾ കണ്ടോ? ആരാത്? തേജസ്സിൻ്റെ കർത്താവ്. ഹല്ലേലൂയ. പ്രവാചകൻ യെശയ്യാവ് അതിനെ കണ്ടുകൊണ്ട് പ്രവചന കുന്നിൽ നിന്നുകൊണ്ട് അതിന് 700 വർഷങ്ങൾക്ക് പിറകിൽ വിളിച്ചു പറഞ്ഞു, കണ്ടാൽ ആളല്ല എന്നും, ആകൃതി കണ്ടാൽ, രൂപം കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് വഴി പോകുന്നവരും ക്രൂശിന് ചുവട്ടി നിൽക്കുന്നവരും അറപ്പോടും വെറുപ്പോടും മുഖം മറച്ചു കളയത്തക്ക നിലയിൽ നീര് വന്നു വികൃതമായി, ഭീവത്സമായി ആ ക്രൂശിൽ കിടക്കുന്നതാരാണ്? ഈ അഖിലാണ്ട ഘടാകത്തിന്റെ ഊഠയവൻ, തേജസ്സിന്റെ കർത്താവ്. എന്തിനങ്ങനെ കിടക്കേണ്ടി വന്നു? ഇന്ന് രാത്രി ജനറൽ കൺവെൻഷനിൽ കൃപ ലഭിച്ച ദൈവമക്കൾ മറക്കരുത്, നമ്മുടെ തേജസ്കരണത്തിനായി, തന്റെ തേജസ്സിലേക്ക്, തന്റെ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കാൻ തേജസ്സിന്റെ കർത്താവ് മനുഷ്യനായി മണ്ണിൽ വന്ന് ക്രൂശിൽ മരിച്ച് നമുക്കൊരുക്കിയ രക്ഷയ്ക്ക് ഇന്ന് രാത്രി സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാ. എന്റെ വാക്ക് നിർത്താൻ പോവാ. അതിനുമുമ്പ് ഒരു കാര്യം ഒന്ന് സ്തോത്രം ചെയ്ത് പറയാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. നിങ്ങൾ മരിച്ചു. എൻ്റെ പൊന്നു ഭാഷ, ഇതുവരെ സന്തോഷമായി, ഇനി ഞങ്ങളെ പേടിപ്പിക്കല്ലേ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ. ഈ ഉറപ്പൊക്കെ ഉള്ളവരൊന്ന് ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇതുപോലെ സുരക്ഷിതത്വമുള്ളൊരു ജീവിതം വേറെ എന്തുണ്ട്? മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ചടങ്ങാണ്. അത് ഓൾറെഡി സംഭവിച്ചെന്ന്. നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നെന്ന്. അങ്ങനെ രക്ഷയുടെ സന്തോഷം അകത്തുള്ളവർക്ക് മാത്രമേ മരണഭയം കൂടാതെ ജീവിക്കാൻ പറ്റൂ. ആ ജീവിതം തന്ന ദൈവത്തിന് യേശു ക്രിസ്തുവിലായി തീർന്നതിനാൽ മരണഭയം, ഭീതി മാറി. എത്ര സന്തോഷമെന്ന് പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എനിക്കിവിടെ നിന്നും തുള്ളിച്ചാടാനൊക്കെ തോന്നുന്നു. അടുത്തത് നമ്മുടെ ജീവന